രംഗത്തെ അതികായനായ ജെഫ്രി ഹിൻഡൻ അടുത്തിടെ പറഞ്ഞ ഒരു അഭിപ്രായം വലിയ ചർച്ചയായിട്ടുണ്ട്. എഐക്ക് പകരം വെക്കാൻ കഴിയാത്ത ചുരുക്കം ചില ജോലികളിൽ ഒന്നാണ് പ്ലംബിംഗ് എന്ന്. ഇത് കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാമെങ്കിലും എഐയുടെ കഴിവുകളെയും പരിമിതികളെയും കുറിച്ച് ഇത് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് പ്ലംബിംഗ് അല്ലെങ്കിൽ സമാനമായ ജോലികൾ എഐക്ക് പകരം വെക്കാനാവില്ല? ഹിൻഡന്റെ ഈ അഭിപ്രായം നിലവിലെ എഐയുടെ പരിമിതികളെ എടുത്തു കാണിക്കുന്നു. എഐക്ക് മികവ് പുലർത്താൻ കഴിയുന്ന മേഖലകൾ ഇവയാണ്: പാറ്റേൺ റെക്കഗ്നീഷൻ, മുഖങ്ങൾ തിരിച്ചറിയുക, സംസാരം മനസ്സിലാക്കുക, അപാകതകൾ കണ്ടെത്തുക; ഡാറ്റ അനാലിസിസ്, വലിയ അളവിലുള്ള വിവരങ്ങൾ വിശകലനം ചെയ്ത് പ്രവചനങ്ങൾ നടത്തുക; റെപ്പറ്റേറ്റീവ് പ്രഡിക്റ്റബിൾ ടാസ്ക്, അസംബ്ലി ലൈനുകളിലെ ജോലികൾ, അടിസ്ഥാന ഡേറ്റ എൻട്രി എന്നിവ ഓട്ടോമേറ്റ് ചെയ്യുക. എന്നാൽ പ്ലംബിംഗ്, മരപ്പണി, രോഗികളെ പരിചരിക്കുന്നത് പോലെയുള്ള ജോലികൾക്ക് വെറും പാറ്റേൺ തിരിച്ചറിയലിനും ഡേറ്റ അനാലിസിസിനും അപ്പുറം പലതും ആവശ്യമാണ്. ഇത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? പ്ലംബിംഗ് സോഫ്റ്റ്വെയറിൽ നിന്ന് വളരെ വ്യത്യസ്തമായി തോന്നാമെങ്കിലും ഹിൻഡന്റെ ഉൾക്കാഴ്ച സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിന്റെ ഭാവിയുമായി, പ്രത്യേകിച്ച് മാനുവൽ ടെസ്റ്റിംഗ് മേഖലയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന്, എക്സ്പ്ലോറേറ്ററി ടെസ്റ്റിംഗ്. ഒരു സങ്കീർണമായ ചോർച്ച കണ്ടെത്തുന്ന പ്ലംബറെ പോലെ ഒരു മാനുവൽ ടെസ്റ്റർ ഉൾക്കാഴ്ചയും അനുഭവവും വിമർശനാത്മക ചിന്തയും ഉപയോഗിച്ച് സോഫ്റ്റ്വെയർ പരീക്ഷിച്ച് നോക്കുകയും ഓട്ടോമേറ്റഡ് സ്ക്രിപ്റ്റുകൾക്ക് കണ്ടെത്താൻ കഴിയാത്ത അപ്രതീക്ഷിത ബഗുകളും ഉപയോഗക്ഷമത പ്രശ്നങ്ങളും കണ്ടെത്തുകയും ചെയ്യുന്നു. എഐക്ക് മനുഷ്യനെ പോലെ പരിശോധിക്കാൻ കഴിയില്ല. യൂസർ എക്സ്പീരിയൻസ് ടെസ്റ്റിംഗ്. ഒരു ബട്ടൺ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എഐക്ക് പറയാൻ കഴിയും. എന്നാൽ ഒരു യൂസർ ഇന്റർഫേസ് ഉപയോഗിക്കാൻ എളുപ്പമുള്ളതും ആകർഷകവും നല്ല അനുഭവം നൽകുന്നതുമാണോ എന്ന് ഒരു മനുഷ്യന് മാത്രമേ ശരിയായി വിലയിരുത്താൻ കഴിയൂ. നല്ല സോഫ്റ്റ്വെയറിന് ഈ മനുഷ്യന്റെ വിലയിരുത്തൽ നിർണായകമാണ്. സൂക്ഷ്മതയും സാഹചര്യവും മനസ്സിലാക്കുക. പലപ്പോഴും സോഫ്റ്റ്വെയർ വ്യത്യസ്ത സാംസ്കാരിക, സാമൂഹിക അല്ലെങ്കിൽ വ്യക്തിഗത സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായി പ്രവർത്തിക്കേണ്ടി വരും. ഒരു എഐ നിയമങ്ങൾ പാലിച്ചേക്കാം, എന്നാൽ സോഫ്റ്റ്വെയറിനെ മികച്ചതാക്കുന്ന യൂസറുടെ പെരുമാറ്റത്തെയും പ്രതീക്ഷകളെയും കുറിച്ചുള്ള സൂക്ഷ്മമായ കാര്യങ്ങൾ ഒരു മനുഷ്യനായ ടെസ്റ്റർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. വ്യക്തമല്ലാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കുക. യഥാർത്ഥ ലോകത്തിലെ സോഫ്റ്റ്വെയർ ബഗ്ഗുകൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ ഉണ്ടാവാറില്ല. അവയ്ക്ക് പലപ്പോഴും അവ്യക്തമായ ആവശ്യകതകളോ സങ്കീർണമായ പ്രവർത്തനങ്ങളോ ഉണ്ടാകാം. വിവരങ്ങൾ പൂർണ്ണമല്ലാത്തതോ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതോ ആയി ഇത്തരം ക്ലട്ടേർഡ് ഇഷ്യൂസിനെ കണ്ടെത്താൻ മനുഷ്യരായ ടെസ്റ്റേഴ്സിന് കഴിയുന്നു. ദ ഫ്യൂച്ചർ ബിലോങ്സ് ടു കോപ്പറേഷൻ, നോട്ട് ടു സബ്സ്റ്റിറ്റ്യൂഷൻ. ഹിൻഡന്റെ ഈ അഭിപ്രായം എഐ വിഡ്ഢിയാണെന്ന് പറയാനല്ല, മറിച്ച് എഐക്ക് എന്താണ് നന്നായി ചെയ്യാൻ കഴിയുകയെന്നും എന്തിനാണ് അത് ബുദ്ധിമുട്ടെന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോഫ്റ്റ്വെയർ ടെസ്റ്റർമാരെ സംബന്ധിച്ചിടത്തോളം ഇത് അർത്ഥമാക്കുന്നത്, ഒന്നാമത്തത്, ഓട്ടോമേഷൻ അത്യന്താപേക്ഷിതമാണ്. എഐയുടെ സഹായത്തോടെ ടൂളുകൾ കൂടുതൽ ആവർത്തന സ്വഭാവമുള്ള ടെസ്റ്റിംഗ് ജോലികൾ ഏറ്റെടുക്കും. മാനുവൽ ടെസ്റ്റിംഗ് നിർണായകമായി തുടരും. എക്സ്പ്ലോറേറ്ററി ടെസ്റ്റിംഗ് നടത്തുവാനും UX വിലയിരുത്താനും സങ്കീർണവും അവ്യക്തവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കഴിവുള്ള മനുഷ്യരായ ടെസ്റ്റർമാർക്ക് വലിയ ഡിമാൻഡ് ഉണ്ടാകും. ഹൈബ്രിഡ് ടെസ്റ്റേഴ്സിന് മുൻഗണനയുണ്ടാവും. ഓട്ടോമേഷനും മാനുവൽ ടെസ്റ്റിംഗും മനസ്സിലാക്കുകയും എഐ ടൂളുകൾ ഉപയോഗിക്കുകയും അതേസമയം തങ്ങളുടെ തനതായ മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിക്കുകയും ചെയ്യുന്നവർക്ക് വലിയ മൂല്യമുണ്ടാകും. അതുകൊണ്ട് എഐക്ക് മികച്ച കോഡ് എഴുതുവാനും കൂടുതൽ ടെസ്റ്റ് കേസുകൾ ഓട്ടോമേറ്റ് ചെയ്യുവാനും പഠിക്കാൻ കഴിയുമെങ്കിലും ആ സോഫ്റ്റ്വെയറിന്റെ ഗുണമേന്മ, പ്രത്യേകിച്ച് ഉപയോക്താവിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് മനസ്സിലാക്കുവാനും പരിശോധിക്കാനുമുള്ള മനുഷ്യന്റെ ആവശ്യം എങ്ങും പോകുന്നില്ല. പ്ലംബിംഗ് പോലെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിലും എഐക്ക് ശക്തി പകരാൻ കഴിയുന്ന, എന്നാൽ പൂർണ്ണമായി പകരം വയ്ക്കാൻ കഴിയാത്ത ഒരു മാനുഷിക ഘടനമുണ്ട്. ജെഫ്രി ഹിൻഡന്റെ പ്ലംബിങ്ങിനെ കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിന്റെ ഭാവിയെക്കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ചിത്രം നൽകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതേപോലെ എൻട്രിയുടെ എല്ലാ എഐ ഇന്റഗ്രേറ്റഡ് കോഴ്സുകളെ കുറിച്ച് അറിയുവാൻ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ രജിസ്റ്റർ ചെയ്യൂ.